അടിപൊളി രീതിയാണ്. അതെ, നല്ല തണുപ്പത്ത് ഞങ്ങള് മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതെ, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ അൽഖർജിലെ ദില്ലത്തിന്റെ അടുത്ത് ഒരു ബൈക്കില്ലേ, ക്വാഡ് ബൈക്കിങ്, അത് ഇന്ന് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുവഴി ഇന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ ബൈക്കൊക്കെ ഓടിക്കാന്നൊക്കെ കരുതി വന്നാണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ് അല്ലേ. അതുകൊണ്ട് നമ്മള് ബൈക്ക് ചിലപ്പോൾ ഓടിക്കില്ല. ആളുകളൊക്കെ ഉണ്ടോ ബൈക്ക് ഓടിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. കണ്ടോ, ഫുള്ള് മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണ് മണ്ണെല്ലാം. അപ്പം നമ്മള് ഈ ഒരു തണുപ്പത്ത് ഈ ഒരു മരുഭൂമിക്കകത്ത് നിൽക്കുകയാണ്. തണുത്ത് മരച്ചിരിക്കുകയാണ്, ഭയങ്കര തണുപ്പാണ്. ഇന്നലെ ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ നനഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ പോകുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇതുവഴിക്ക് ഇങ്ങനെ നടക്കുകയാണ്. കണ്ടോ, മരുഭൂമിയൊക്കെ കണ്ടോ, ഫുള്ള് മഴയൊക്കെ നനഞ്ഞ്. വണ്ടിയൊക്കെ കണ്ടോ, എല്ലാവരും പൊക്കത്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ വണ്ടി പക്ഷേ കയറില്ല. SUV മോഡലുകളൊക്കെയാണ് ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറുന്നത്. കണ്ടോ, നല്ല രസമല്ലേ ഇങ്ങനെ. ഇപ്പൊ വീഴും. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. ഭയങ്കര അടിപൊളി വ്യൂ കേട്ടോ ഇതിന്റെ മുകളിൽ നിന്ന്. നമ്മുടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കതാ. നമ്മുടെ വണ്ടി ഇതെവിടെ കിടപ്പുണ്ട്. തണുത്ത് മരവിച്ചു ചത്തു. ബൈക്ക് ഓടിക്കാം, കാറുകൾ താഴോട്ട് കൊണ്ടുപോകാം. വലിയ വണ്ടികളാട്ടോ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇങ്ങനെ സ്ഥലമുണ്ട് നമുക്ക് അറിയത്തില്ല. നമ്മൾ തന്നെ ഈ റോഡിൽ കൂടെ എപ്പോഴും പല ദില്ലം പോകുന്നതായിരുന്നു. എന്ത് മനോഹരമാണ്. നമ്മൾ ദുബായിൽ പോയി ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വണ്ടി ഉണ്ടായി, നമ്മുടെ വണ്ടി SUV ആയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. നമ്മുടെ വണ്ടി അടിയിടിക്കും. നമ്മുടെ വണ്ടി കിടക്കുന്നത് അവിടെയാണ്. അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇവിടെ ഈ കിടക്കുന്നത് നമ്മുടെ വണ്ടിയാണ്. ഇതുണ്ട്, ഇവിടെ നമുക്ക് സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. ആളുകളൊക്കെ കണ്ടോ ഇവിടെ വണ്ടിയൊക്കെ ഇട്ട്. നല്ല സൂപ്പർ മണ്ണ്. നമുക്ക് ഇത്ര നാൾ അറിയത്തില്ലായിരുന്നു കേട്ടോ അൽഖർജിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ദില്ലത്തിനടുത്ത് വരുന്നൊരു സ്ഥലമാണിത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ പൊക്കത്തു നിന്നുള്ള വ്യൂ ഭയങ്കരമാണ്. ഇത് താഴോട്ട് കണ്ടോ, ഭയങ്കര താഴ്ന്നു കിടക്കുക. നല്ല തണുപ്പാണ് ഇന്ന്. എല്ലാവരും എന്താ ടെൻ്റൊക്കെ ഉണ്ടാക്കി വൈകിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കണ്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ ബൈക്ക് ഓടിക്കും. അടിപൊളിയാട്ടോ, ശരിക്കും മരുഭൂമി. അതൊക്കെ അങ്ങ് കിടക്കുക. അതെ. അപ്പൊ ഗായ്സ്, നമ്മൾ നിൽക്കുന്ന അൽഖർജിലെ ദില്ലത്തിനടുത്തുള്ള ഒരു അടിപൊളി ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര മനോഹരമായിട്ടുണ്ട്. ഫുള്ള് മരുഭൂമിയാണ്. റിയാദിലെ റെഡ് സാൻഡ് ഡ്യൂൺ പോലെ തന്നെ ഒരു അടിപൊളി ഒരു സ്ഥലമാണിത്. നമ്മൾ നേരത്തെ റിയാദിലെ റെഡ് സാൻഡ് ഡ്യൂൺസ് പോയിട്ടുണ്ട്, അടിപൊളിയാണ് അവിടുത്തെ. ഇതൊരു ചെറിയ സ്ഥലമാണ്, എന്നാലും നല്ല ഭംഗിയാണ്. നോക്കിക്കേ, ഇവിടെ നിന്ന് അടിപൊളി നമുക്ക് സൺസെറ്റ് വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഭയങ്കര പൊക്കത്താണ് നിൽക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ഭയങ്കര പൊക്കത്താണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ നോക്കിക്കേ, ആളുകളൊക്കെ കണ്ടോ കാറൊക്കെ എടുത്ത് ഓടിച്ച് ഇതിൻ്റെ പൊക്കത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഇതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഫുഡൊക്കെ കഴിക്കും. കുറേ ടെൻ്റൊക്കെ അടിക്കുന്നുണ്ട്. അവിടെ ടെൻ്റൊക്കെ ഉണ്ടാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ദില്ലത്ത് പോകുന്നുണ്ട്, ആ വഴിയാണ്. അതാണ് ദില്ലം റോഡ്. വണ്ടി പോയി പോക്കുണ്ടോ ശരിക്കും. ഇതുണ്ട് ഇത്രയും ഇവിടെ എല്ലാം ഇവിടുത്തെ ഇതെല്ലാം സംഭവം ഭയങ്കരമായിട്ട് അവരെ മറിഞ്ഞു വീഴുന്ന പോലെയാണ് ആ വണ്ടി അവർ ഓടിക്കുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ അൽഖർജിൽ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന്. നമ്മൾ പലതവണ അതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. ആ കാണുന്നതെല്ലാം ബില്ലാണ്.
കണ്ടോ നമുക്ക് അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര അടിപൊളിയാട്ടോ, ഭയങ്കര തണുപ്പാണ്. തണുത്തിട്ട് ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ ഒരു തരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, അപ്പൊ അത് കാരണം ഇവിടുത്തെ ആ മണ്ണൊക്കെ ആണെങ്കിൽ ശരിക്കും കുതിർന്നാണ് ഇരിക്കുന്നത് അല്ലേ? ഫുള്ള് നോക്കിക്ക്, ഈ മണ്ണൊക്കെ കണ്ടോ, ഫുള്ള് കുതിർന്നിരിക്കുകയാണ്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഒരു വണ്ടി ഇപ്പൊ ഇതുവഴി പോയി, ആ വണ്ടി പോയിന്റ് ഏതാണ് ഈ കാണുന്നത്, അത് മൊത്തം ഒരു ഇളക്കി മറിച്ച് കളഞ്ഞു. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നടന്ന് ഇതിന്റെ പൊക്കത്ത് വന്ന് നിൽക്കുകയാണ്. ഇതിന്റെ പൊക്കത്ത് നിന്നിട്ട് ഇതിന്റെ പൊക്കത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഫുള്ള് വ്യൂ ആണ്, അടിപൊളിയാണ് കേട്ടോ അതിന്റെ മുകളിൽ നിന്ന് അല്ലേ? അതെ, ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ? സൺസെറ്റ് വ്യൂ കിടിലൻ സൺസെറ്റ്. നമ്മൾ ഈ സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ദുബായി പോയത്. നമ്മുടെ സ്വന്തം അൽക്കർജിൽ ഇതൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഭയങ്കര കേട്ടോ, ഞങ്ങള് തണുത്ത് ജലദോഷം ഞങ്ങൾക്ക് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അത്രയ്ക്കും തണുപ്പാണ്, ഭയങ്കര കാറ്റാണ്. എന്തായാലും 1 ഡിഗ്രി എന്നൊക്കെ കാണിക്കുന്നത്, കാരണം 9 ഡിഗ്രി ഒക്കെ പറയുന്നത്, പക്ഷേ ഫീൽഡിലേക്ക് 1 ഡിഗ്രി ഒക്കെ പറയുന്നത്. തണുപ്പാണ്, പെട്ടെന്നുള്ള ഒരു തണുപ്പും കൂടി ആയതുകൊണ്ട് ഇന്നലെ വരെയൊക്കെ നമുക്ക് അധികം പെട്ടെന്ന് മഴ പെയ്തു, കാലാവസ്ഥ തന്നെ മൊത്തത്തിൽ മാറി. SUV പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന വണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും, അടിപൊളിയാണ്. ഭയങ്കര തണുപ്പാണ്, കൈയൊക്കെ മരച്ചിരിക്കുകയാണ്. അടിപൊളി സൺസെറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ബൈക്ക് ഓടിക്കേണ്ടവർക്ക് ബൈക്ക് ഓടിക്കാം, നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്നതാണ്, പക്ഷെ ഇന്ന് നമ്മൾക്ക് തണുപ്പ് കാരണം ബൈക്ക് ഓടിക്കുന്നില്ല. സാധാരണ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്നത്, നമ്മൾ ഡെസേർട്ട് സഫാരി നമുക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ ദുബായിൽ. ബൈക്കൊക്കെ നമ്മൾ നിൽക്കുന്നിടത്തൂടെ അവർ കൊണ്ടുവരും. കൈയെല്ലാം ഐസായിട്ടിരിക്കുകയാണ്, ഭയങ്കര തണുത്ത് മരച്ചിരിക്കുകയാണ്. അതാ നമുക്ക് അടിപൊളി സൺസെറ്റ് ഇച്ചിരി അങ്ങോട്ട് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കില്ലേ ഇതില്? അപ്പൊ ഗൈസ്, ഞാനിതാ സൂര്യനെ പിടിക്കുകയാണ്. സൂര്യന്റെ കൈക്കുമ്പിൽ സൂര്യന്റെ കൈക്കുമ്പിളിൽ സൂര്യനെ പിടിച്ചിരിക്കുക. നോക്കി, ഇവിടെ എല്ലാം ഉഴുതിട്ടേക്കാണ് ഇവർ ബൈക്ക് ഓടിച്ച്. നമ്മൾ അത്രയും പൊക്കത്തായിരുന്നു, അവിടുന്ന് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നോക്കിക്കേ, ഇവിടെ അല്ലേ ഉഴുത്, നമ്മുടെയൊക്കെ നാട്ടില് മണ്ണൊക്കെ ഇട്ട് ഉഴുതിട്ടേക്കുന്ന പോലെ ഇവർ ഈ ബൈക്ക് ഓടിച്ചു വിട്ടിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ താഴെ ഇറങ്ങി വന്നത്. നോക്ക്, അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അതെ, നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. എങ്ങോട്ട് ഇറങ്ങുമെന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ചേട്ടാ അങ്ങോട്ട് നമ്മളെ കൊണ്ട് പോകും. അതെ അതെ, ഇവിടെയുള്ള ആൾക്കാർക്ക് കണ്ണും മൂക്കൊന്നുമില്ല. തീർക്കാനുള്ള സ്ഥലം ഇവർക്ക് ഇവിടെയുള്ളവര് അവര് വണ്ടി ഓടിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. വണ്ടി എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ നോക്കണം, അല്ലെ ഏത് വഴി ഇടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അവർക്കതൊന്നും ഒരു ശ്രദ്ധയില്ല. ഒരു വണ്ടി എടുത്തിട്ട് പറപ്പിക്കുകയാണ്. നോക്ക് നോക്ക് നോക്ക്,
അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ ഇവിടെ. ഇത് നോക്കി ഈ ആളുകളൊക്കെ കണ്ട അതിന്റെ മണ്ടയ്ക്ക് കാറൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് SUV മോഡൽ വണ്ടികളൊക്കെയാണ് അതിന്റെ മുകളിൽ കയറാൻ പറ്റും. നമ്മുടെ വണ്ടി അതിന്റെ അങ്ങനെയൊക്കെ കയറാൻ പറ്റില്ല, കാരണം അടിയിടിക്കും. അത് കണ്ടോ വണ്ടികൾ കൊണ്ടിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഭയങ്കര അടിപൊളി ഒരു ലൊക്കേഷനാണ് ഈ ഒരു സ്ഥലം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര രസം കേട്ടോ. രാത്രിയിൽ ഫുൾ ആളുകൾ ഇങ്ങനെ വന്നേക്കാണ്, ഇങ്ങനെ വണ്ടി കൊണ്ടൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷൻ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എന്താ പറയുക, ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ലൊക്കേഷൻ. ഇന്ന് ഭയങ്കര തണുപ്പാണ്. റോഡൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇരിക്കുന്നത്. ഏത് സ്ഥലമാണെന്ന് എനിക്ക് ശരിക്കും പേരറിയത്തില്ല, എന്നാലും ഇത് അൽഖർജ് ദില്ലം റൂട്ട് സഹന മുമ്പുള്ളവർ നമ്മുടെ ഇവിടുത്തെ ദല്ലയൊക്കെ ഇല്ലേ, നമ്മുടെ വണ്ടി വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെക്ടർ, ആ സെന്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പാലം കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ 2 സൈഡിലുണ്ട്, ഇവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്. ഇത് മൊത്തം ഇതാണ്. അതെ, അവിടെ ആ വണ്ടി കിട്ടാൻ നോക്കിയ മണ്ടയില് നോക്കി, അത് ഭയങ്കര നമ്മളിപ്പോ കേറിയതിനെക്കാട്ടും ഭയങ്കര സ്ഥലം ഇത്. ഭയങ്കര പൊക്കം കൂടിയ അവിടുന്ന് മണ്ണിന്റെ കളറൊക്കെ കണ്ടോ, റെഡ് കളറാണ്. അടിപൊളി റോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നല്ല കിട്ടില്ല. ആൾക്കാരൊക്കെ അതിന്റെ മുകളിൽ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ശരി, ഭയങ്കര രസമാണ്. അതിന്റെ മണ്ടയിലൊക്കെ പോയി നിൽക്കാൻ ഭയങ്കര രസമാണ്. ഇതുണ്ട് ഈ പാറ ഉണ്ടോ, ഭയങ്കര രീതിയിലാണ്. ഭയങ്കര രീതിയിൽ ഇങ്ങനെ ഇതിങ്ങനെ മുറിച്ച് ഒരു റോഡ് ഉണ്ടാക്കിയേക്കാണ് അല്ലേ, ആ റോഡ്. അതും ഇതുപോലെയല്ലേ ശരിക്കും. ഞാൻ പെട്ടെന്ന് കരുതി ആ റോഡാന്നാ കരുതി. എന്താ പേര്, മുസാമിയ റോഡ്. മുസാമിയ റോഡ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു റോഡായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കേട്ടോ ഈ സ്ഥലത്തൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. ഇരുട്ടിപ്പോയി, ഇച്ചിരി ഇരുട്ട് വീണു. പക്ഷെ ഇച്ചിരി കൂടെ നേരത്തെ നമുക്ക് നല്ല രസമായിട്ട് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ പിടിക്കാൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ റിയാദിലുള്ളവരാണേലും അൽഖർജിലുള്ളവരാണേലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വരണം. അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഈ റെഡ് സാൻഡ് ഡ്യൂൺസിൽ പോയ ആൾക്കാർക്കൊക്കെ ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബൈക്കൊക്കെ ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.